നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏത് അവസരത്തിലാണ് 4H 4L യൂസ് ചെയ്യേണ്ടത് എന്നാണ്. നമ്മളിപ്പോൾ കടപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടെ നമുക്ക് ജസ്റ്റ് ഓടിച്ചു പോകാൻ, ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നനഞ്ഞ മണ്ണാണ്. അപ്പോൾ അങ്ങനെയുള്ള സർഫസുകളിൽ 4H അതായത് ഹൈ ഗിയർ അതിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പിടുത്തം കിട്ടും, ഒരു ട്രാക്ഷൻ 4 ടയറിനും കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടങ്ങളിലൊക്കെ പോകും. നേരെ മറിച്ച് അപ്പുറത്തെ സൈഡ് ഇതാ കണ്ടില്ലേ, കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ലൂസായിട്ടുള്ള മണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊതഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പവർ കൂടിയ ഗിയറിൽ വേണം നമുക്ക് പോകാനായിട്ട്. അതിനാണ് 4L ലോ ഗിയർ, ലോ റേഷ്യോ എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഗിയർ കൊണ്ട്. അപ്പോൾ ലോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആ ടയറിലേക്ക് പിടുത്തം കൂടുതൽ കിട്ടും, പവർ ഭയങ്കരമായിട്ട് കൂടും, നമ്മൾ എഞ്ചിനൊക്കെ ഭയങ്കരമായിട്ട് ഇരച്ച് നിൽക്കുന്നൊരു ഫീലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് 4L ഇടേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, 4H ആയാലും 4L ആയാലും നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, റഫ് സർഫസ്, അതായത് മണ്ണ് അങ്ങനത്തെ സംഭവങ്ങളിലാണ്. ടാർ റോഡിൽ ഒരിക്കലും 4 വീൽ ഡ്രൈവ് ഇടാൻ പാടില്ല. അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വണ്ടികൾക്കാണ് ഈ ടാർ റോഡിലും അങ്ങനെ പോകാൻ പറ്റുന്നത്. പക്ഷേ നേരെ മറിച്ച് സ്കോർപിയോ പോലുള്ള 4 വീൽ ഡ്രൈവ് വണ്ടികളിൽ ഒരു കാരണവശാലും റോഡിൽ കൂടെ 4 വീൽ ഡ്രൈവ് ഇടരുത്. ചെളി, മണ്ണ്, കല്ല് അങ്ങനെയുള്ള, അതായത് ടയർ ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റുന്ന സമയമുള്ളപ്പോൾ മാത്രമേ ഈ പറഞ്ഞ 4 വീൽ ഡ്രൈവ് ഇടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 2 വീൽ ഡ്രൈവിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. പിന്നെ 4 വീൽ ഡ്രൈവിലേക്ക് നമുക്ക് മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ നോബ്, ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ 2H എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ 2 വീൽ ഡ്രൈവ്, 4H എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, കുറച്ച് എന്താ പറയുക സ്ട്രെയിൻ ഇല്ലാതെ ജസ്റ്റ് ട്രാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ട സംഭവം. 4L എന്ന് പറയുന്നത് ഏറ്റവും പവർ കൂടിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ 2Hലിട്ടാണ് നമ്മൾ നോർമലി വണ്ടി ഓടിക്കുന്നത്. ഈ പൊസിഷനിൽ 2Hൽ നിന്ന് റണ്ണിങ്ങിൽ തന്നെ 4Hലേക്ക് മാറ്റാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് വണ്ടി നിർത്തണമെന്നില്ല. ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് ഓടിച്ചാൽ മതി. അപ് ടു 4th ഗിയർ വരെ പോകുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഇത് 4H ഇട്ടിട്ട് നമ്മൾ കടപ്പുറത്തൂടെ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു 4 ടയറിന് പിടുത്തം വരണം എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതിനാണ് 4H. അപ്പോൾ കണ്ടില്ലേ, വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കോളും, വേറെ യാതൊരു പ്രശ്നവും. എഞ്ചിൻ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്നില്ല. നമ്മൾ നോർമൽ 2 വീൽ ഡ്രൈവിൽ ഓടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ഫീലിൽ തന്നെ, അതേ ഓൾമോസ്റ്റ് സ്പീഡിൽ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് 4Hൻ്റെ ഗുണം. നേരെ മറിച്ച് 4Lൻ്റെ കാര്യം ഇങ്ങനെയല്ല, അതിലേക്ക് നമുക്ക് വരാം. അടുത്തത് 4L. 4Lലേക്ക് ഇടുമ്പോൾ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ആക്കണം, കംപ്ലീറ്റ്ലി ഹോൾഡ് ആക്കി നിർത്തിയ ശേഷം 4Lലേക്ക് ഇടുക. അപ്പോഴത്തേക്ക് എന്താ, ഇവിടെ 4 ലോയുടെ ലൈറ്റ് കത്തും, ബ്ലിങ്ക് ചെയ്യല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് കത്തി കിടക്കും. അങ്ങനെ വരുമ്പോഴാണ് 4 ലോ എൻഗേജ് ആവുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഓടിച്ചു പോകാം. നമ്മൾ ഡയറക്റ്റ്ലി സെക്കൻഡ് ഗിയർ ഇട്ട് ഓടിച്ചെന്ന് പറഞ്ഞാലും വലിയ വിഷയം വരാനില്ല, കാര്യം അത്രയ്ക്ക് പവറുണ്ട്. എന്നാലും ഫോർ എ സേഫ്റ്റി ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ തന്നെ പോയിക്കോളൂ. ഡയറക്റ്റ് സെക്കൻഡ് ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ മുതലപ്പുഴയിൽ പോയപ്പോഴത്തേക്കും ആ ഒരു കയറ്റം കയറുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ കയറ്റം കയറുന്ന വീഡിയോയിൽ 4L ആണ് ഇട്ടേക്കുന്നത്. അത് സെക്കൻഡ് ഗിയറിൽ പോയപ്പോഴാണ് വണ്ടി കയറിയത്. ആ ഒരു കറക്റ്റ് സ്പീഡ് കിട്ടണമെങ്കിൽ സെക്കൻഡ് ഗിയറിലാണ് പോയത്. ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പീഡ് കിട്ടത്തില്ല, വണ്ടി കയറത്തില്ല എന്നുള്ളതായിരുന്നു അവസ്ഥ. കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് പവർ വന്ന് ടയർ ഇങ്ങനെ കറങ്ങും, പക്ഷേ ആ പിടുത്തം കിട്ടത്തില്ല. കുറച്ച് സ്പീഡിൽ വന്ന് കുത്തനെ അങ്ങ് കയറി പോകണം, അതാണ് അതിൻ്റെ രീതി. പിന്നെ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴത്തേക്കും ഒരിക്കലും ഹാഫ് ക്ലച്ച് താങ്ങി ഓടിക്കാൻ ശ്രമിക്കരുത്. ആ സ്പെസിഫിക് ഗിയറിൽ ആക്സിലേറ്റർ മാത്രം അഡ്ജസ്റ്റ് ചെയ്തേ പോകാവൂ. അങ്ങനെ പോയില്ലെങ്കിൽ ക്ലച്ചിന് നല്ല വിഷയങ്ങൾ വരും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഗിയറിൽ 4L ഇട്ട് പോയതാണ്, പക്ഷേ വണ്ടി കയറിയില്ല. താണ്ടില്ലേ, പുകയൊക്കെ വന്ന് ഇരച്ചങ്ങ് നിന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് സെക്കൻഡ് ഇട്ട് സ്പീഡിൽ വന്ന് കയറിയപ്പോഴാണ് ഇത് കയറാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗിയറിലാണ് ഇതിൻ്റെ മെയിൻ പരിപാടികൾ. ക്ലച്ച് താങ്ങുകയും ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 4 വീൽ ഡ്രൈവിൻ്റെ മറ്റൊരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീൽസ് ടു ഗോയുടെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ, ബൈ.
അപ്പോൾ ഈ എക്സ്പെർട്ട് 4-വീൽ ഡ്രൈവുകാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. ഞാനൊരു ബിഗിനറാണ്, ജസ്റ്റ് എൻ്റെ ഒരു ടിപ്പും ട്രിക്കും ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, സെക്കൻഡ് ഗിയറിൽ 4L ഇട്ടിട്ട് കടപ്പുറത്തോടെ ഓടിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ആർക്കെങ്കിലും ഇത് തെറ്റായിട്ട് തോന്നുമെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റിൽ കറക്റ്റ് സജഷൻസ് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.